ഹലോ ഗേസ്, ഇതാണ് നമ്മുടെ മഴ പെയ്താലുള്ള നമ്മളെ വീടിൻ്റെ അവസ്ഥ. കണ്ടോ, ഇതിപ്പം പെങ്ങളുടെ വീടിൻ്റെ മുറ്റാണ്. വെള്ളം ഇങ്ങനെ ഓർന്ന് പോകുന്നൊരവസ്ഥയാണ് ഇത്. കണ്ടോ, നല്ല നിറഞ്ഞു കിടക്കാണ്. ഇതാണ് ഗേസ് നമ്മളെ മുറ്റാണ്. മുറ്റത്ത് ഇതങ്ങനെ ഓരോ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചാലാക്കി വിട്ടുകൊണ്ട് അതിലെ കൂടി വെള്ളം പോകുന്നു. അല്ലെങ്കിൽ മുറ്റത്ത് ഫുള്ള് വെള്ളം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക. നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവുക. കണ്ടോ ഗേസ്, അമർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. കണ്ടോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവും. ഉറവെള്ളമാണ്. കണ്ടോ, മുറ്റെല്ലാം ആകെ വെള്ളമായിട്ടുള്ള, പുറത്ത് വരാനേ പറ്റാത്തൊരവസ്ഥയാണ്. ഏകദേശം നമുക്ക് ഒട്ടും വരാൻ പറ്റില്ല. ഉണ്ടോ, ഉറയുടെ ഉറവിടം കണ്ടോ, ഇതാണ് ഉറവിടം. ഉണ്ടോ, വെള്ളം കണ്ടോ വരുന്ന. ഇങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ. ഇതാണ് ഒരു ഉറന്ന് വരുന്നൊരവസ്ഥയാണ്. ഇതൊക്കെ മിറ്റാണ്. ഇതെല്ലാം ഇങ്ങനെ ഉറവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫുള്ള് അറിയാണ്. ഇത് ചാല് വെച്ചോണ്ട് ഇത്രയും കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ മുറ്റം നിറയെ വെള്ളമായിരിക്കും. അവസ്ഥ ഉണ്ടോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ. ഇത്രയും ഹൈറ്റാണ്. ഹൈറ്റിൽ നിന്ന് മണ്ണെടുത്ത് ഇത്രയും താഴ്ത്തിയാണ് എന്നിട്ടാണ് ഈ ഉറ ഇങ്ങനെ കാണുന്നത്. വീട് ഇവിടെ കിടക്കുന്ന അതിനെക്കാട്ട് ഹൈറ്റിലാണ്. മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വീട് എടുത്തിരിക്കുന്നത്. 2 കൊല്ലം മുമ്പാണ്, 2-3 കൊല്ലമായി വീടെടുത്തിട്ട്. അപ്പോഴാണ് ഈ ഉറ കാണുന്നത്. ഉണ്ടോ, മണ്ണൊക്കെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറേയൊക്കെ ഇടിഞ്ഞ് വീണതാണ്. ഇത് ഇവിടെ കിടക്കുന്നതെല്ലാം എൻ്റെ മുന്നത്തെ കൊല്ലം ഇടിഞ്ഞു വീണാണ്. അതാ കണ്ടോ, അതെല്ലാം ഇടിഞ്ഞു വീണതാണ്. കണ്ടോ, അപ്പം നമ്മുടെ വീട് മുറ്റം എന്താ പറയണ്ട, വെള്ളം പോകുന്ന സ്ഥലം. മഴയത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, അല്ലാത്തപ്പോൾ ഒരു പ്രശ്നമില്ല. ഉണ്ടോ, അമർന്നു പോകുന്നുണ്ട്. ചവിട്ടും ഇവിടെ അമർന്നു പോവാണ്, അമർന്നു പോകുന്നുണ്ട്. ഗേസ്, നമ്മുടെ ഒരു അവസ്ഥയൊക്കെ കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.